നമസ്കാരം. കെ എൻ ബാലഗോപാൽ പൊളിച്ചടുക്കുന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. സമ്മാന പെരുമഴയായിരിക്കുമെന്നാണ് അറിയുന്നത് ബഡ്ജറ്റിൽ വരാൻ പോകുന്നത്. ശമ്പള പരിഷ്കരണം കമ്മിറ്റി വയ്ക്കും, അത് നടപ്പിലാക്കാനുള്ള പരിപാടികൾ ആരംഭിക്കും. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചുകൊണ്ട് അഷ്വേർഡ് പെൻഷൻ കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിക്കും. നടപടികൾ നടക്കുമോ ഇല്ല എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം, പക്ഷെ നടപടികൾ ആരംഭിക്കും. DA കൊടുക്കാനുള്ള നടപടികൾ ആരംഭിക്കും. അതുപോലെ തന്നെ പെൻഷൻ പ്രായം കൂട്ടുന്നതിനുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. അത് സമ്പൂർണ്ണമായി AKG സെൻറ്ററിൽ നിന്നൊരു അനുവാദം കിട്ടിയിട്ടില്ല. കാരണം അതിനകത്ത് യുവാക്കളുടെയും യുവതികളുടെയും വലിയ സമരം ഉണ്ടാകും. അത് ഈ ഇലക്ഷൻ സമയത്ത് സമരം വന്നാൽ എങ്ങനെ ഇരിക്കുമെന്നറിയില്ല. അവരുടെ ഒരു എതിർപ്പ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രശ്നമാണ്. അല്ലെങ്കിൽ 57 പോകണം എന്നുള്ളൊരു ചർച്ച വളരെ ഗൗരവമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും ബാലഗോപാലിൻ്റെ മനസ്സിലും ഫിനാൻസ് വകുപ്പിലും ഉണ്ട്. പക്ഷെ അത് AKG സെൻറ്ററിൽ നിന്ന് ക്ലിയറൻസ് കിട്ടിയാലേ ആ കാര്യത്തിലൊരു 57 പോകാനുള്ളൊരു സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ മറ്റാനുകൂല്യങ്ങൾ 2500 എന്ന് പറയുന്ന 2000 രൂപ ക്ഷേമ പെൻഷൻ കൊടുത്തിരിക്കുന്നത് 2500 പോകാൻ സാധ്യതയുണ്ട്. ആശാ വർക്കേഴ്സിന് വീണ്ടും ഇൻസെൻറ്റീവ് കൂട്ടിക്കൊടുക്കാൻ സാധ്യതയുണ്ട്. അംഗനവാടിക്കാർക്ക് ഇൻസെൻറ്റീവ് കൂട്ടാൻ സാധ്യതയുണ്ട്. അംഗനവാടി പെൻഷൻകാർക്ക് ഇൻസെൻറ്റീവ് കൂട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റെല്ലാ വിഭാഗം ആളുകൾക്കും ഓരോ വിഭാഗം എടുത്ത സീനിയർ സിറ്റിസൺസിനെ ചിന്തിപ്പിക്കാനും മോഹിപ്പിക്കാനുമുള്ള ഒരുപാട് ക്ഷേമ പരിപാടികൾ വരാൻ സാധ്യതയുണ്ട്. ഈ നാളെ നടക്കുന്ന അസംബ്ലിയിൽ വയ്ക്കാൻ പോകുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് സമ്പൂർണമായും അടിമുടി ജനപ്രിയമായിരിക്കും. കാരണം ഒരുപാട് സാധനങ്ങൾക്ക് ടാക്സിൻ്റെ കുറവുണ്ടാവും. അതുപോലെ തന്നെ വീടുകളിലേക്ക് നേരിട്ട് പണം കൊടുക്കുന്ന പരിപാടികൾ ചിലപ്പോൾ ഉണ്ടാകും. അത് ബീഹാറിൽ നിതീഷ് കുമാറിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. കുടുംബശ്രീക്ക് പണം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴിലുറപ്പുകാർക്ക് ഇൻസെൻറ്റീവ്, അഡീഷണൽ ഇൻസെൻറ്റീവ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു 1.5 കോടി ആളുകൾക്കെങ്കിലും ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്ന പ്രോസസ്സിനെ കുറിച്ചാണ് ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ട് ബഡ്ജറ്റിൽ ബാലഗോപാൽ ഒരുക്കി വച്ചിരിക്കുന്നത്. ഇന്നത്തെയും ഇന്നലത്തെയും ബാലഗോപാലിൻ്റെ ലേഖനങ്ങളും ഇൻ്റർവ്യൂകളും ബോഡി ലാംഗ്വേജും കണ്ടാൽ മനസ്സിലാകും. ധാരാളമായി ക്ഷേമ പെൻഷനായിരിക്കും, ക്ഷേമ ബഡ്ജറ്റായിരിക്കും ഇപ്രാവശ്യം വരുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള വലിയ വലിയ കാര്യങ്ങൾക്കെല്ലാം പണം കുറച്ചുകൊണ്ട് മുഴുവൻ പണത്തെയും എടുത്തുകൊണ്ട് ഈ സ്കീമുകളാക്കി ഒരു വലിയ ക്ഷേമ കേരളം, ആനന്ദ കേരളം എന്ന പേരിലൊക്കെ ഒരു ഹാപ്പി കേരള എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലായിരിക്കും ഇപ്രാവശ്യം ബഡ്ജറ്റ് അവതരിപ്പിക്കുക. അപ്പോൾ ആനന്ദ കേരളത്തിൽ എല്ലാ വിഭാഗ ജനങ്ങളും അംഗപരിമിതക്കാർക്ക് പദ്ധതികൾ പ്രത്യേകിച്ച് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേകിച്ച് പരിപാടി കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓരോ കുട്ടികൾക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഓരോ കാര്യത്തിലും വലിയ വലിയ എല്ലാ മോഹന വാഗ്ദാനങ്ങളായിരിക്കും. ആ മോഹന വാഗ്ദാനങ്ങളാകുമ്പോൾ ബഡ്ജറ്റിൽ വാഗ്ദാനങ്ങളെ വയ്ക്കാൻ പറ്റുകയുള്ളൂ. അത് നടപ്പിലാക്കാനുള്ള ചെറിയ ചെറിയ ടോക്കൺ, അതുപോലെ തന്നെ ജാതി മത സംഘടനകളെ നന്നായി പരിപോഷിപ്പിക്കുന്ന ചില പ്രോജക്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സംഘടനകൾക്ക് പണം കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സംഘടനാ നേതാക്കളെ അല്ലെങ്കിൽ പ്രമുഖരെ, ഇപ്പോൾ KM മാണിക്ക് 25 സെന്റ് സ്ഥലം സ്മാരകത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞതുപോലെ തപ്പിപ്പറക്കിയെടുത്ത് ഓരോ സാമുദായിക നേതാക്കൾക്കും സാമുദായിക ആചാര്യന്മാർക്കും ഗുരുക്കന്മാർക്കും എല്ലാം അവരുടെ ട്രസ്റ്റുകൾക്കും അവരുടെ സ്ഥാപനങ്ങൾക്കും പണം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട സന്നദ്ധ സംഘടനകൾക്ക് പണം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അവാർഡുകൾ കൂടുതൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒന്നൊന്നൊന്നായി എടുത്താൽ ഓരോ സമസ്ത വിഭാഗം ജനങ്ങളെയും ചലിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ ഒരു ജനക്ഷേമകരമെന്ന് നമുക്ക് തോന്നുന്ന, ജനങ്ങൾക്ക് വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് കൊടുക്കുന്ന ഒരു ബഡ്ജറ്റായിരിക്കും വരുന്നത്. പങ്കാളിത്ത പെൻഷൻ മാറി അത് അഷ്വേർഡ് പെൻഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വിഭാഗത്തിൻ്റെ അസ്വസ്ഥത മാറിക്കിട്ടും. അതുപോലെ DA 2 പ്രാവശ്യത്തെ DA എങ്കിലും കൊടുത്താൽ ബാക്കി DA ശമ്പള പരിഷ്കരണത്തിൽ ലയിപ്പിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതും ജനങ്ങൾ അംഗീകരിക്കാൻ അല്ലെങ്കിൽ സംഘടനകൾ അംഗീകരിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. പെൻഷൻ പ്രായം കൂട്ടുന്നത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ മെഡിസെപ്പ് പോലുള്ള പരിപാടി, മെഡിസെപ്പിനെ കുറെ കൂടി അട്രാക്റ്റീവായിട്ടുള്ള ഒരു പാക്കേജ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ അപ്പോൾ ഏത് ഭാഗമെടുത്ത് യൂണിഫോം ഒരുപാട് അലവൻസ് പോലുള്ള അലവൻസുകൾ ഒരുപാട് കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും എന്തെങ്കിലും 50 രൂപയെങ്കിലും ഖജനാവിൽ നിന്ന് കൊടുക്കുന്ന രീതിയിലേക്കുള്ള പുതിയ ഇൻസെൻറ്റീവുകളും പാക്കേജുകളും ഇൻഷുറൻസ് സ്കീമുകളും ഒക്കെ അടങ്ങുന്ന വലിയ ഒരു പദ്ധതിയായിരിക്കും നാളെ ബാലഗോപാൽ അവതരിപ്പിക്കുന്നത്. അത് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള
വോട്ട് പിടിക്കാൻ. കാരണം വികസനമല്ലാതെ മറ്റൊന്നും ഇപ്പോൾ ക്ലച്ച് പിടിക്കുന്നില്ല. വർഗീയത പറഞ്ഞെങ്കിലും അത് ക്ലച്ച് പിടിക്കുന്നില്ല, ന്യൂനപക്ഷ പ്രകടനം ക്ലച്ച് പിടിക്കുന്നില്ല, ഭൂരിപക്ഷ പ്രകടനം ക്ലച്ച് പിടിക്കുന്നില്ല, അതൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വീണ്ടും വികസനത്തിൻ്റെ പേരിൽ തന്നെ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അതുകൊണ്ട് പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ കൂട്ടാൻ ഞാൻ പറഞ്ഞു 2500 ഒറിജിനലി കൊടുക്കുമെന്ന് പറഞ്ഞത്, അത് 2000 എത്തി നിൽക്കുകയാണ്. തീർച്ചയായും 2500 ആകാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ പെൻഷൻകാരെയും സാമൂഹ്യക്ഷേമ പെൻഷൻകാരെയും മറ്റ് തൊഴിലാളികളെയും സേവനക്കാരെയും എല്ലാവരെയും പിടിക്കുന്ന, എല്ലാവർക്കും ഗുണകരമാകുന്ന ഒരു ബഡ്ജറ്റാണ് നാളെ അവതരിപ്പിക്കാൻ പോകുന്നത്. ആ ബഡ്ജറ്റിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സർക്കാർ ജീവനക്കാരുടെയും അതിനുശേഷം നിങ്ങൾ നോക്കിക്കോളൂ, നാളെ വൈകുന്നേരമോ മറ്റന്നാളോ കേരളത്തിലെ ഗ്രാമങ്ങളിലും അതുപോലെ സെക്രട്ടേറിയറ്റ് നടയിലൊക്കെ പായസം വെച്ചില്ലെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ പിന്നെ എനിക്കൊന്നും പറയാനില്ല, പായസം വയ്ക്കലായിരിക്കും. കാരണം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇതുപോലെ ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെ പല ചെറിയ കുഞ്ഞു ജംഗ്ഷനുകളിൽ പായസം വെപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് കഞ്ഞി വയ്ത്തും പായസം വെപ്പും ലഡു വിതരണം ഉണ്ടായിരുന്നു. അപ്പോൾ നാളെ വൈകുന്നേരം മലയാളികൾ കാത്തിരുന്നോളൂ. നാളെ വൈകുന്നേരം അല്ലെങ്കിൽ മറ്റന്നാൾ കൃത്യമായി കേരളത്തിൽ ലഡു വിതരണം നടക്കാൻ സാധ്യതയുണ്ട്. എല്ലാ വർഗ ബഹുജന സംഘടനകളും കൊടിയും ബാനറുകളും ഫ്ലെക്സുകളും അടിച്ചു വെച്ചോളൂ. നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിച്ച് സന്തോഷത്തോടെ മോഡിക്ക് 2 തെറിയും പിണറായിക്ക് 2 അഭിവാദ്യങ്ങളും പറയാനുള്ള വലിയ അവസരമാണ് വന്നിരിക്കുന്നത്. കാരണം മോദിക്ക് തെറി പറയുക എന്ന് പറഞ്ഞാൽ 12,000 കോടി രൂപ വീണ്ടും കടമെടുക്കാൻ സമ്മതിക്കാത്ത സർക്കാരെ നിങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങളുടെ സർക്കാർ തരും. അതാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്ന വികസനത്തിൻ്റെ കാലം കഴിഞ്ഞു, ക്ഷേമത്തിൻ്റെ കാലത്തിലേക്കാണ് ഗവൺമെൻറ് കയറുന്നത്. അങ്ങനെ ക്ഷേമത്തിൻ്റെ കാലത്തിലേക്ക് കയറുമ്പോൾ വളരെ കൃത്യമായ ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അത് ഓരോ ഇൻഡിവിജ്വൽസിനും ഗുണം കിട്ടുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്ന സ്കീമുകളല്ല, പദ്ധതികളല്ല, ഡയറക്റ്റ് പണം കിട്ടുന്ന രീതിയിലുള്ള പരിപാടികളായിരിക്കും നോക്കുന്നത്. അത് എന്തായാലും നാളെ ബഡ്ജറ്റിൽ വളരെ കൃത്യമായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സമ്മാന പെരുമഴയാണ് നാളത്തെ ബഡ്ജറ്റ്. ബാക്കി നമുക്ക് നാളെ രാവിലെയും നാളെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും അറിയാൻ പറ്റും. വളരെ വിശദമായ വിശകലനം ബഡ്ജറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നതാണ്. എല്ലാവരും ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പരമാവധി ആളുകളിൽ ഇത് എത്തിക്കുകയും ചെയ്യണം. ഇത് മാത്രമല്ല, നിങ്ങൾ ഇത്തരം വിവിധ വിഷയങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പോസിറ്റീവായ വിഷയങ്ങളും നെഗറ്റീവായ വിഷയങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ആളുകൾ അയച്ചു തരാറുണ്ട്. കഴിഞ്ഞ ദിവസം അയ്യപ്പനെ സംബന്ധിക്കുന്ന ഒരു പാരഡി ഗാനം ഒരു മാഷ് അയച്ചു തന്നായിരുന്നു. അദ്ദേഹം എത്രയോ യൂട്യൂബ് ചാനലുകളുണ്ട്, ഇവിടെ എത്രയോ ഡിജിറ്റൽ ചാനലുകളുണ്ട്, എത്രയോ സാറ്റലൈറ്റ് ചാനലുകളുണ്ട്. അവർക്ക് ആർക്കും കൊടുക്കാതെ എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിയാണ് അത് അയച്ചു തന്നത്. അപ്പോൾ അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി. അദ്ദേഹം വീണ്ടും ഗാനങ്ങളൊക്കെ എഴുതുന്നു എന്നറിയുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനലിനെ എല്ലാവരും അംഗീകരിച്ചു വരുന്നു. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ വേദനകൾ, സങ്കടങ്ങൾ, പൊതുവിഷയങ്ങളൊക്കെ സമൂഹത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കാനുള്ള ഒരു മാധ്യമമായിട്ട് നമ്മൾ മാറുന്നു. ബഡ്ജറ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം.